പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നു. പരമപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നു. പരമപ്രയാണത്തെ ചാരിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ഈ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു, സ്നേഹസ്വരൂപനെ ഞാൻ രുചിച്ചറിഞ്ഞു. ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജൂൺ മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മുൻപോട്ട് പോകുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക്. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ എനിക്ക് ആഴമായി മനസ്സിലായ ഒരു ദൈവവചന വെളിപ്പാടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ ദൈവം വിളിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുൻപോട്ട് തന്നെ സ്റ്റെപ്പ് വയ്ക്കണം. ഈ വചന പശ്ചാത്തലം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഇസ്രായേൽ മക്കൾ ഇതാ 430 വർഷത്തെ അടിമത്ത ശേഷം അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. ആ പുറപ്പാടിൽ ഇതാ 3-ാമത്തെ ദിവസം വഴിയടഞ്ഞതുപോലെ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇതാ ഫറവോൻ അവരെ പിടിക്കാൻ പിന്തുടർന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് അവർ പിറുപിറുത്ത് അവർ ഭയപ്പെട്ടു പോവുകയാണ്. ആ ഭയപ്പെട്ടു പോകുന്ന അനുഭവത്തിനകത്ത് മോശ അവരോട് പറയുന്ന പദമാണ് 14-ന്റെ 13-ാമത്തെ വാക്യം. അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. 14-ാമത്തെ വാക്യം മോശ വ്യക്തമായി വെളിപ്പെടുത്തുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. 15-ാമത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. മോശയോട് ദൈവം പറയുന്നു, എൻ്റെ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്നുണ്ടാകാം. പക്ഷെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഴം, നിങ്ങൾ പിൻപിലോട്ട് പോകത്തില്ല, ശത്രു നിങ്ങളെ തൊടത്തില്ല. കാരണം എൻ്റെ ദൈവം നിങ്ങൾക്ക് കാവലാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഒരു വഴിയില്ലെങ്കിലും ഇപ്പോൾ പൗലോസ് ശീലാസും ആ കാരാഗ്രഹത്തിൽ അടയപ്പെട്ട് കിടക്കുമ്പോഴും അവർ പാടി സ്തുതിക്കാൻ കാരണമെന്ന് പറയുന്നത്, സിംഹക്കുഴിയിൽ ഒരു വഴിയില്ലെന്ന് ലോകം പറഞ്ഞാലും ദാനിയേലോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, സിംഹത്തിൻ്റെ വായടച്ച് എന്നെ പുറത്തു കൊണ്ടൊരു ദൈവമുണ്ട്. അഗ്നിശാലയിൽ പെടുന്നവന് ഒരു വഴിയില്ലെന്ന് പറഞ്ഞാലും ശദ്രക്കും മേശക്കും അബ്ദിനോഗും നമ്മോട് പറയും, അഗ്നിശാലയിൽ 4-ാമനായി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ നിലയിൽ പൗലോസും ശീലാസും ഇതാ കാരാഗ്രഹത്തിൽ കിടന്ന് പാടി സ്തുതിക്കുമ്പോൾ അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ ആ സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിപ്പോയി. വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും നിങ്ങളുടെ ആരാധനയുടെ നടുവിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നടുവിൽ അത്ഭുതകരമായ വാതിൽ തുറന്നിരിക്കും. ആ നിലയിൽ ഇതാ ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അവർ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, മോശ ചെങ്കടലിന് നേരെ കരം നീട്ടുമ്പോൾ അവർക്ക് ഇന്നുവരെയും വെളിപ്പെടാത്ത ഒരു വഴി ഇതാ അവരുടെ മുമ്പിൽ കിഴക്കൻ കാറ്റുകൊണ്ട് ദൈവം തുറക്കുകയാണ്. മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റിനെ അയച്ച് ചെങ്കടലിനെ രണ്ടാക്കുകയും അത്ഭുത വഴിയിലേക്ക് ഇസ്രായേൽ മക്കളെ നടത്തുകയും ചെയ്യാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളെ പകലും രാവും നടത്തേണ്ടതിനു വേണ്ടി എൻ്റെ ദൈവം തന്നെ അവർക്ക് മുമ്പായി യാത്ര ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസമ്പത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസമ്പത്തിലും
യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എത്ര വഴി അടഞ്ഞെന്ന് പറയുന്നവർക്ക് വേണ്ടിയും ഇന്ന് ഈ പ്രഭാതം മുതൽ ഒരു പുത്തൻ വഴിയെ ദൈവം തുറക്കാൻ പോവുകയാണ്. മുമ്പോട്ട് പോകുമെന്ന് നിങ്ങൾ വിശ്വാസത്തിൽ പറയണം. ഒരു സാധ്യതയില്ലാത്തടത്ത് നിങ്ങൾ കരം നീട്ടി പ്രാർത്ഥിക്കണം. ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ വെക്കണം. കാരണം ആവർത്തന പുസ്തകം 31 അധ്യായം അതിൻ്റെ 6 വാക്യം, ബലവും ധൈര്യവുമുള്ളായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വചനത്തിൻ്റെ ഉറപ്പിൽ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വരാൻ പോവുകയാണ്. ശത്രുവിനെ കണ്ട് പേടിക്കുന്നവരല്ല. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. യെശയ്യാവ് 45 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നോക്കിയാൽ തൻ്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് 1-ാമത്തെ വാക്യത്തിലേക്ക്, യഹോവ തൻ്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവൻ്റെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. 2-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരെ ഈ 2 വാക്യം കൂടെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, എൻ്റെ കർത്താവ് നിൻ്റെ വാതിൽ അടയ്ക്കത്തില്ല, നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റും. കാരണം എൻ്റെ ദൈവം നിൻ്റെ വലം കൈ പിടിച്ചേക്കുക എന്ന് പറഞ്ഞാൽ അവൻ എനിക്കും നിങ്ങൾക്ക് മുമ്പായി പോകുന്നു. ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടമ്പലുകളെ കണ്ണിച്ചു കളയുന്നു. താമ്രക്കഥ എന്ന് പറയുന്നത് വലിയ ഇരുമ്പ് കൊണ്ടുള്ള വലിയ അതിർത്തിയുടെ വാതിലുകൾ പോലുള്ളതാണ്. വലിയ വാതിലാണ്, ഒരാൾക്ക് തനിയെ തുറക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, ആർക്കും തുറക്കാൻ പറ്റാത്തത് നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. താമ്രക്കഥകളെ തുറന്നതല്ല, അത് തകർത്ത് കളയുക. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത്, ഇനി ശത്രു ഒരിക്കലും അത് അടയ്ക്കരുത്. ഈ പ്രഭാതം മുതൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ, മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചോ. എൻ്റെ ദൈവം ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്നവർ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളോട് അങ്ങ് പറഞ്ഞല്ലോ മുമ്പോട്ട് പോകാൻ. ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായ വാതിലുകൾ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് തുറന്നതിനായി സ്തോത്രം. അത്ഭുത സാക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.